ഇന്നലെ ജാസ്മിൻ ഗബ്രിയുടെ ബെഡിൽ കിടക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച്. ഗബ്രി പോയല്ലോ ഇതിൽ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് പണി കൊടുത്തു, ബൗബോ വന്നു, അപ്പോൾ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ചാൻസ് ആണുള്ളത്. ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഏറ്റവും കംഫർട്ടുള്ള ഒരാൾ ഒരു ദിവസം പോലും നമ്മുടെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും നമ്മുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ശ്വാസം മുട്ടുണ്ട്. ജെനുവിൻ ആൾക്കാരുടെ കാര്യമുണ്ട് ഈ പറയുന്നത്. അറ്റ് എ ടൈം 5-6 കണക്ഷൻ വയ്ക്കുന്നതല്ല. അപ്പോൾ ഇത്രയും ദിവസം നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, എല്ലാം ഭയങ്കര ക്ലോസ് ആയതിനു ശേഷം പെട്ടെന്ന് ആ ആൾ മാറുമ്പോൾ, അതും ബിഗ് ബോസ് പോലത്തെ ഒരു സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയറിൽ പെട്ടെന്ന് ഒരാൾ മാറുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇല്ലാതായി പോകും, തീർന്നു പോകും. എത്രയൊക്കെ മൈൻഡ് പവറാണ്, ഗെയിമാണ്, വലിയ പ്ലാറ്റ്ഫോമാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ബ്ലാങ്ക് ആയി പോകും. കാരണം അയാളിൽ നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അയാളെ നമുക്ക് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. ചിലവർക്കൊക്കെ മൈൻഡ് വെച്ചിട്ട് ഓക്കെ പുറത്തിറങ്ങിയാൽ കാണാമല്ലോ, അവന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് കളിക്കാം, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ നന്നായിട്ട് കളിക്കാം, അതാണ് അവന് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാം. ജാസ്മിൻ അത്രയും ചിന്തിക്കാനുള്ള ഒരു പവർ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗബ്രിയുമായിട്ട് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജെനുവിൻ ആണ് റിലേഷൻഷിപ്പ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഈ പറഞ്ഞ മാതിരി സ്വാഭാവികം. ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ പേരിൽ കുറച്ച് സെൻറ്റി അടിച്ച് കരഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോൾ പിന്നെ കുറച്ച് വോട്ടെങ്ങാൻ എക്സ്ട്രാ കിട്ടിയാലോ, ഗബ്രി ഫാൻസിൻ്റെ വോട്ടെങ്ങാൻ കിട്ടിയാലോ എന്നുള്ളൊരവസ്ഥ. പിന്നെ കരച്ചിലും ഇടിച്ചു പൊളിച്ചുള്ള ബഹളവും അയ്യോ പത്തവും കാണുമ്പോൾ, ഇതിനു മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ജാസ്മിൻ്റെ ഫാദറിന് ബ്ലോക്കാണെന്നും പറഞ്ഞ് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ 4 നിമിഷം കരച്ചിൽ ഞാൻ കണ്ടില്ല. സ്വന്തം അച്ഛന് ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ പുറത്തോട്ട് വരാനും പറ്റില്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി വിളിച്ചിട്ട് ബ്ലോക്കാണ് ഫാദറിനെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ലേ കരച്ചിലും അയ്യോ പത്തോ വിളിക്കലും കാര്യങ്ങളൊന്നും. അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പം അയ്യോ പത്തോ കരയാത്ത ആളാണ് ഇപ്പോൾ കുത്തിയിരുന്ന് കരയുന്നു, തല കുത്തിയിരുന്ന് കരയുന്നു, കിടന്ന് കരയുന്നു, കെട്ടിപ്പിടിച്ച് പില്ലോ കെട്ടിപ്പിടിച്ച് കരയുന്നു, ഫോട്ടോ നോക്കിയിരിക്കുന്നു. കാണുമ്പോൾ കുറച്ച് ഓവർ അല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ പറയാം.